നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബ്രിട്ടീഷ് റോയൽ നേവിയുടെ വിമാനവാഹിനി കപ്പലായ HMS പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും പറന്ന F-35B യുദ്ധവിമാനം ഞായറാഴ്ചയാണ് അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത്. ഒരാഴ്ച അടുക്കുമ്പോഴേക്കും ബ്രിട്ടീഷ് യുദ്ധവിമാനം ഹാങ്ങറിലേക്ക്, അതായത് വിമാനങ്ങൾ അറ്റകുറ്റപ്പണി നടത്തുന്ന കെട്ടിടത്തിലേക്ക് മാറ്റാതെ ബ്രിട്ടീഷ് നാവികസേന അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുള്ള ഏറ്റവും വിലയേറിയ യുദ്ധവിമാനങ്ങളിലൊന്നായ അമേരിക്കൻ നിർമ്മിത F-35B വിമാനത്തിന്റെ സാങ്കേതിക രഹസ്യങ്ങൾ മറ്റുള്ളവർ അറിയാതിരിക്കാനാവാം ബ്രിട്ടീഷ് നാവികസേന ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് കരുതുന്നത്. വിമാനം പാർക്ക് ചെയ്യുവാൻ എയർ ഇന്ത്യ ഹാങ്ങർ സൗകര്യം വാഗ്ദാനം ചെയ്തിരുന്നു. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങൾ മറ്റുള്ളവർ അറിയുന്നത് ബ്രിട്ടൻ താൽപര്യപ്പെടുന്നുണ്ടാകില്ല എന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ അവസാനവട്ട പരിശോധനകൾക്കും അറ്റകുറ്റപ്പണികൾക്കുമായി വിമാനം ഹാങ്ങറിലേക്ക് നീക്കുന്ന കാര്യം പരിഗണിക്കൂ. ഇന്തോ പസഫിക് മേഖലയിൽ സഞ്ചരിക്കുകയായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ HMS പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് പറന്നുയർന്ന യുദ്ധവിമാനം ശനിയാഴ്ച രാത്രിയാണ് തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറക്കിയത്. വിമാനത്തിന്റെ അറ്റകുറ്റപ്പണി ഇവിടെ നടക്കാതെ വന്നാൽ UK വിമാനം കൊണ്ടുപോകും. സൈന്യത്തിന്റെ ചരക്ക് വിമാനത്തിൽ യുദ്ധവിമാനം തിരികെ കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ആലോചന. വിമാനത്തിൽ തകരാർ സംഭവിച്ച ഹൈഡ്രോളിക് സംവിധാനത്തിലെ ഏതാനും ഭാഗം മാറ്റേണ്ടതുണ്ട്. UK നിന്ന് ആദ്യം എത്തിയ എഞ്ചിനീയർമാർക്ക് തകരാർ പരിഹരിക്കാനായില്ല. വിദഗ്ധ എഞ്ചിനീയർമാരെ എത്തിക്കുന്നുണ്ട്. ഇത് നടക്കാതെ വന്നാലാണ് സൈന്യത്തിന്റെ ചരക്ക് വിമാനത്തെ ആശ്രയിക്കുക. F-35B ലോകത്തിലെ ഏറ്റവും വിലയേറിയതും അത്യാധുനികവുമായ യുദ്ധവിമാനങ്ങളിലൊന്നാണ്. US പ്രതിരോധ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച വിമാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പായ F-35I അദീർ യുദ്ധവിമാനമാണ് നിലവിൽ ഇറാനെതിരായ ഇസ്രയേൽ വ്യോമാക്രമണത്തിന്റെ മുൻനിരയിലുള്ളത്. F-35 ഇസ്രയേൽ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച പതിപ്പാണിത്. ഇസ്രയേലിനും ബ്രിട്ടീഷ് നാവികസേനയ്ക്കും പുറമെ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ്, US മറീൻ കോർ എന്നിവയെ നിലവിൽ F-35 ഉപയോഗിക്കുന്നുണ്ട്. F-35 വിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കുവാനുള്ള സന്നദ്ധ ഈ വർഷം ആദ്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു. വിമാനവാഹി കപ്പലിൽ നിന്ന് കഴിഞ്ഞ ദിവസം എത്തിയ 2 എഞ്ചിനീയർമാർക്ക് തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ ഗുരുതര തകരാർ പരിഹരിക്കുവാൻ ബ്രിട്ടനിൽ നിന്ന് വിദഗ്ധർ ഉടൻ എത്തുമെന്നാണ് വിവരം. ഇന്ധനം കുറഞ്ഞതോടെ അടിയന്തര ലാൻഡിംഗ് നടത്തിയപ്പോഴാണ് ഈ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറുണ്ടായത്. അറ്റകുറ്റപ്പണികൾക്ക് എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് വിമാനം മാറ്റിയേക്കുമെന്ന് സൂചനകൾ വന്നെങ്കിലും ഇപ്പോൾ അതിന് തയ്യാറാകാത്ത അവസ്ഥയാണ്. ശത്രുസേനയുടെ റഡാർ കണ്ണുകൾ വെട്ടിച്ചു പറക്കുവാൻ കെൽപ്പുള്ള അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള വിമാനമായാണ് F-35 അറിയപ്പെടുന്നത്. റഡാറുകൾക്ക് കണ്ടെത്തുക ഏറെക്കുറെ അസാധ്യമെന്നാണ് ഇവയുടെ അവകാശവാദം. എന്നാൽ ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് വിമാനത്തെ ആകാശത്ത് വെച്ച് തന്നെ തിരിച്ചറിയുവാൻ സാധിച്ചു. ഏറെക്കാലമായി F-35 യുദ്ധവിമാനം ഇന്ത്യക്ക് വിൽക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് F-35 ഇന്ത്യക്ക് നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ വിലയുടെ കാര്യത്തിലും കരാർ രൂപീകരണത്തിലും വിശദമായി ചർച്ചകൾ നടക്കേണ്ടതുണ്ടെന്നാണ് കേന്ദ്ര നിലപാട്. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിക്കുന്ന 5ാം തലമുറ യുദ്ധവിമാനത്തിന്റെ മുന്തിയ മോഡലിന് $115 ദശലക്ഷം വിലമതിക്കുക. നിലവിൽ നാറ്റോ സഖ്യകക്ഷികൾക്കും ഇസ്രായേൽ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കുമാണ് യുദ്ധവിമാനം US നൽകിയിട്ടുള്ളത്. ഇന്ത്യക്ക് വിമാനം നൽകുവാനുള്ള തീരുമാനത്തിനെതിരെ പാകിസ്ഥാൻ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പാകിസ്ഥാനും F-35 അമേരിക്ക വിൽക്കുമോ എന്ന് ഇന്ത്യക്ക് ആശങ്കയുണ്ട്. ഇതിനിടയിലാണ് 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനം സുഖോയ് 57E സോഴ്സ് കോഡ് സഹിതം നൽകുവാൻ റഷ്യ തീരുമാനിച്ചത്. US വാഗ്ദാനം ചെയ്ത F-35നോട് കിടപിടിക്കുന്നതാണ് Su-57E. അത്യാധുനിക റഡാറുകളെ പോലും കണ്ണുവെട്ടിക്കുവാൻ കഴിയും. സൂപ്പർ ക്രൂസ് ശേഷിയുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ സുഖോയ് 30 MKI പ്ലാറ്റ്ഫോമുകളുമായി സംയോജിപ്പിക്കാം. ആസ്ത്ര MK1, MK2 മിസൈലുകൾ, രുദ്രം ആന്റി റേഡിയേഷൻ മിസൈലുകൾ, റഷ്യ നിർമ്മിത R-77 മിസൈൽ എന്നിവയും ഘടിപ്പിക്കാം. റഷ്യ ആദ്യമായാണ് മറ്റൊരു രാജ്യത്തിന് ഈ വിമാനം നൽകുവാൻ സന്നദ്ധരാകുന്നത്. സുഖോയ് Su-57 മുഴുവൻ സോഴ്സ് കോഡും ലഭിച്ചാൽ വിമാനത്തിന്റെ സാങ്കേതിക വിദ്യയിൽ മാറ്റം വരുത്തുവാനും അറ്റകുറ്റപ്പണികൾ സ്വന്തം നിലയ്ക്ക് നടത്തുവാനും ഇന്ത്യക്കാകും. നിലവിൽ US ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ആരും പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ മുഴുവൻ സോഴ്സ് കോഡും മറ്റാർക്കും കൈമാറില്ല. അതുകൊണ്ട് തന്നെ F-35 വാങ്ങുന്ന കാര്യത്തിൽ തീരുമാനം നീട്ടുകയാണ് ഇന്ത്യ. ഇതിനിടയിലാണ് കേരള തീരത്ത് നിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ടിരുന്ന HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പടക്കപ്പലിൽ നിന്ന് ബ്രിട്ടീഷ് വ്യോമസേനയുടെ F-35 തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പറന്നെത്തിയത്. വിമാനത്തിന്റെ സാങ്കേതികക്ഷമതയും പ്രത്യേകതകളും ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താനാണ് ഈ വരവെന്നും അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അമേരിക്കൻ നിർമ്മിത ആധുനിക സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങളുടെ 5ാം തലമുറയിൽപ്പെട്ട F-35B ലൈറ്റ്നിംഗ് 2 വിമാനമാണ് തിരുവനന്തപുരത്തുള്ളത്. ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിയുന്ന ഈ യുദ്ധവിമാനങ്ങൾക്ക് 50,000 അടി ഉയരത്തിൽ വരെ പറക്കുവാനാകും. അത്യാധുനിക സെൻസർ സംവിധാനമുണ്ട്. 110 അത്യാധുനിക യുദ്ധവിമാനങ്ങൾ 5 വർഷത്തിനകം സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ. ഇതോടെയാണ് ഫ്രാൻസും റഷ്യയും USഉം വൻ വാഗ്ദാനങ്ങളുമായി മത്സരം തുടങ്ങിയത്.
അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിന്റെ വിഭാഗത്തിൽ വരുന്ന ഇരട്ട എഞ്ചിൻ വിമാനമായ Su-57 1500 കിലോമീറ്റർ വരെ ആക്രമണം നടത്താനാകും. 10 ടൺ വരെ ഭാരം വഹിക്കാം. ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന SH-121 റഡാർ സംവിധാനമാണുള്ളത്. ലോക്ഹീഡ് മാർട്ടിൻ വികസിപ്പിച്ചെടുത്തതാണ് യുഎസിന്റെ F-35. ഒറ്റ എഞ്ചിൻ സിംഗിൾ സീറ്റ് സ്റ്റെൽത്ത് വിമാനമായ F-35 8100 കിലോഗ്രാം ഭാരം വഹിക്കുവാനുള്ള ശേഷിയും 1200 കിലോമീറ്റർ ദൂരപരിധിയുമാണുള്ളത്. $11 കോടി ഒരു F-35 വിമാനത്തിന്റെ വില. സുഖോയ് Su-57 $8 കോടി. അത്യാധുനിക യുദ്ധവിമാനം 3 ദിവസത്തിലേറെ വിദേശ രാജ്യത്ത് നിർത്തിയിടുന്നത് അസാധാരണമാണ്. ഇറാനെ ആക്രമിക്കുവാൻ ഇസ്രായേൽ F-35 ആണ് ഉപയോഗിക്കുന്നത്. വിമാനവാഹിനി കപ്പലുകളിൽ ചെറിയ റൺവേ നിന്ന് പറന്നുയരുവാനും തിരികെ ലാൻഡ് ചെയ്യുവാനും സാധിക്കുന്ന തരത്തിലുള്ള F-35 നാവിക പതിപ്പാണ് ഈ വിമാനം. ഞായറാഴ്ച ഉച്ചയോടെ ഇന്ധനം നിറച്ചുവെങ്കിലും പരിശോധനയിൽ സാങ്കേതിക തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മടക്കയാത്ര മുടക്കിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള കോടികൾ വിലമതിക്കുന്ന വിമാനത്തിന് ഗുരുതര സാങ്കേതിക തകരാറുകൾ സാധ്യത കുറവാണെന്നാണ് വിദഗ്ധർ പറയുന്നത്. യുദ്ധവിമാനത്തിന് CISF ആണ് സുരക്ഷ നൽകുന്നത്. CISFന്റെ കവചിത വാഹനം F-35 സമീപം നിലയുറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബ്രിട്ടന്റെ F-35 ഫൈറ്റർ ജെറ്റ് OLX വിൽക്കുവാനിട്ടിട്ടുണ്ടെന്ന അവകാശവാദമായി നിരവധി പോസ്റ്റുകളൊക്കെ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. എന്നാൽ ഇത് വ്യാജ പോസ്റ്റാണെന്ന് ഒരു മാധ്യമം നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി. ഈ പോസ്റ്റ് ചെയ്ത വ്യക്തിയുടെ പേര് പരിഹാസ രൂപേണ ഡൊണാൾഡ് ട്രംപൻ എന്നാണ് ചേർത്തിരുന്നത്. യഥാർത്ഥ OLX പോസ്റ്റിന്റെ രീതിയല്ല ഇതിന്. OLX സൈറ്റ് പരിശോധിച്ചെങ്കിലും ഇത്തരമൊരു പരസ്യം ലഭ്യമായിരുന്നില്ല. മാത്രമല്ല, വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന പോസ്റ്റിൽ $ലാണ് വിലയിട്ടിരിക്കുന്നത്. പോസ്റ്റ് ആരോ കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് ഇതോടെ വ്യക്തമായി. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്ത് എമർജൻസി ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടന്റെ F-35 ഫൈറ്റർ ജെറ്റ് OLX വിൽക്കുവാൻ ഇട്ടിട്ടുണ്ട് എന്ന അവകാശവാദത്തോടെയുള്ള പോസ്റ്റുകൾ വ്യാജമാണെന്നാണ് വ്യക്തമായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.